വാസ് ലിറ്ററലി വെയിറ്റിംഗ് ഫോർ ദിസ്. ലാലേട്ടന്റെ പ്രൊമോ ചുമ്മാ തീ 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 എന്ന് തന്നെ പറഞ്ഞാൽ മതി. വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ അല്ല കയറാമോ, കുടുംബത്തിൽ കയറ്റാൻ പാടില്ലാത്ത ആരൊക്കെ ഉണ്ടെന്ന് കേട്ടു. ലക്ഷ്മിയും മസ്താനെയും നിർത്തി പൊരിക്കുന്നുണ്ട്. ഇതൊക്കെ പറയാം, നിങ്ങളാരാ? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അത് അവരെ ബാധിക്കുന്ന കാര്യമാണോ? ആദിലയും നോറയും വീട്ടുകാർ കയറ്റുന്നില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അവരുടെ ലൈഫ് അവർ ജീവിക്കുന്നു. അപ്പം കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ പദപ്രയോഗത്തിന് ധിക്കരിച്ചുകൊണ്ട് ലാലേട്ടൻ പറയുന്നുണ്ട് അവരെ എന്റെ കുടുംബത്തിൽ കയറ്റുന്നുള്ളത്. ഇതിൽ നല്ലൊരു അക്സെപ്റ്റൻസ് ആദിലേക്കും നൂറയ്ക്കും കിട്ടാനില്ല. സോ മസ്താനിയോടും പറയേണ്ടത് നിങ്ങൾക്കില്ലാത്ത കുഴപ്പമാണോ ഇതെന്നുള്ളത്. ഇറങ്ങിപ്പോയിക്കോ, ഷോയിൽ ഇറങ്ങിപ്പോയിക്കോ എന്നല്ല ലാലേട്ട പറയേണ്ടത്, ഇറക്കി അങ്ങോട്ട് വിടണം. അതാണ് വേണ്ടത്. ഇത്രയും മോശമായ ഒരു പ്രസ്താവന അതിൻ്റെ ഉള്ളിൽ പ്രയോഗിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഇങ്ങനെ നിന്ന് മുന്നോട്ട് പോകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. സീസൺ ഇതിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇറങ്ങി പോയിക്കോ എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന അവിടെ വരുന്നത്. എന്തായാലും മസ്താനിയും ലക്ഷ്മിയും ഇത്തവണത്തെ മെയിൻ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എല്ലാവരും പ്രേക്ഷകരെല്ലാവരും മുറ്റി നോക്കുന്ന ഒരു ഇത് തന്നെയാണ് ലാലേട്ടൻ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഒനിലിനെ പറ്റി മോശമായിട്ട് സംസാരിച്ചതിനും ആദിലെ നോറയെ പറ്റി പറഞ്ഞതിനും ശരിക്കും നല്ല രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഇറക്കി വിടണം, അതാണ് ശരിക്കും വേണ്ടത്. അവിടെ രണ്ടാമതൊരു മാപ്പ് കൊടുത്ത് ഇനി ആവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുത്തുന്നേക്കാൾ നല്ലത് ഇറക്കി വിടുന്നതാണ്. കാരണം കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരാണെന്ന് പ്രസ്താവന ഇവരെ പറ്റി പറഞ്ഞ ലക്ഷ്മിക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി പോയിക്കോട്ടെ, ലക്ഷ്മി നിൽക്കണ്ട, ലക്ഷ്മി ഇറക്കി വിടുക. അതേപോലെ തന്നെ മസ്താനിയും. കാരണം ഇവർ രണ്ടുപേരും കൂടി കുക്ക് ചെയ്തിട്ട് ഒരു ഡിഷ് അവിടെ കൊണ്ടുവച്ചു, അത് അടി പിടിച്ച് കരിഞ്ഞൊരു പരുവായി. പ്രൊമോ വേറെ ലെവലായിട്ടുണ്ട്. കാരണം ഇത്തവണത്തെ ഇതിൽ നമുക്ക് മനസ്സിനൊരു സമാധാനം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ നല്ല രീതിയിൽ ഫയർ ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പം അതന്നെ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എടുത്ത് പുറത്തേക്ക് കളയണം, എടുത്ത് ഇറങ്ങി പൊയ്ക്കോളം പറയണം, സ്പോട്ടിൽ ഇറക്കി വിടണം. അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു സംഭവം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിരിക്കും നമ്മുടെ മലയാളം സീസൺ 7 ഉണ്ടാവുക. ആൻഡ് ലക്ഷ്മി ഈ പറയുന്ന പോലെ അത്രയും മ്ലേച്ഛമായ ഒരു പരിപാടിയാണ് അവിടെ സംസാരിച്ചിരിക്കുന്നത്. രണ്ട് വ്യക്തികളെ പറ്റിയിട്ടും സംസാരിച്ചിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഗിൽറ്റി ഫീൽ തോന്നി എന്നൊക്കെ പറയുന്നതിൽ ആ ഗിൽറ്റിയിൽ ഒരു ആത്മാർത്ഥത എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വീക്കെൻഡ് എപ്പിസോഡ് ആയപ്പോൾ മനഃപൂർവ്വം ചെയ്ത തെറ്റിനെ പർപ്പസ്ഫുള്ളി ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ലാലേട്ടനോട് ഒരുപാട് നന്ദി. കാരണം അത്രയും എടുത്ത് തൂക്കി ഫയർ ആക്കിയാണ്.